ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ മിഷൻ എംബ്രോയ്ഡറിയിൽ ഞാൻ സ്കാലപ്പ് ചെയ്ത ഒരു സാരിയാണ്. ഇത് വിചിത്ര സിൽക്കിൻ്റെ സാരിയാണ്. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട്, അതായത് ഇതല്ലാതെ എടുത്തപ്പോൾ ഒരു സുഖമില്ലാത്തതുപോലെ തോന്നുന്നു. അപ്പോൾ ഒന്ന് ഫ്രീ അതായത് പ്ലീറ്റ് പിടിക്കാതെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇട്ടിരിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗത്തുള്ള ആ ഒരു ഡിസൈനും കൊടുത്താൽ കൊള്ളായിരിക്കുമെന്ന് തോന്നി. അപ്പോൾ അതെന്ത് കൊടുക്കണം എന്ന് ആലോചിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴും തീരുമാനമായില്ല അതെന്ത് കൊടുക്കണമെന്ന്. അപ്പോൾ നമുക്കിതിൽ ഒരു ഡിസൈൻ നോക്കാം. നമുക്ക് ഏതാണോ സൂട്ടാവുന്നത് അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റിച്ച് ചെയ്തെടുക്കാം. സാരി ഉണ്ടല്ലോ, ഇങ്ങനെയാണ് വേണ്ട. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ഇത്രയും ഭാഗത്ത് എന്തെങ്കിലും ഒരു വർക്ക് കൊടുക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കിയാലോ. ഹായ്. അപ്പോൾ നമ്മൾ സാരിക്ക് ഏത് ഡിസൈൻ കൊടുക്കണം എന്നുള്ളതിന് ഒരു തീരുമാനമായി. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഫുള്ളായിട്ട് നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ ഈ കാണുന്ന 3 ഫ്ലവർ ഉണ്ടല്ലോ, 3 ഫ്ലവറും ഈ ഒരു കൊടിയും അതുപോലെ തന്നെ ഈ കാണുന്ന ഈ ലീഫും അങ്ങനെ കൊടുത്ത് ഈ 3 എണ്ണം സാരിയിലേക്ക് ട്രേസ് ചെയ്ത് വരച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടോ? ഇത് നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗം വരുന്ന പോർഷനാണ്. അതിനെ ഞാൻ ഇങ്ങനെ റൗണ്ടാക്കി എടുത്തിട്ടാണ് വരച്ചെടുത്തിരിക്കുന്നത്. അതായത് ഒരെണ്ണം ഇവിടെ 3 എണ്ണം, അതുപോലെ അടുത്ത ഒരെണ്ണം ഇവിടെ സെൻറ്ററിലായിട്ട്, അടുത്തൊരെണ്ണം അടുത്ത് ഈ സൈഡിലായിട്ട്. ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം ഈ ഫ്ലവർ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ബാക്കി ഇവിടെ എന്തെങ്കിലും ഈ ഗ്യാപ്പിൽ എന്തെങ്കിലും ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ സെൻറ്ററിലായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കട്ട് ബീഡ്സോ എന്തെങ്കിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ആ ഒരിത്. ഇനി ഈ ഫ്ലവർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണോ മാറ്റം വരുത്താൻ തോന്നുന്നത് അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റം വരുത്താം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ സ്റ്റിച്ച് ചെയ്യാൻ. വായോ. അപ്പോൾ ഈ ഡിസൈൻ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഇതും സിമ്പിളായിട്ട് തന്നെയാണ്. അതിൻ്റെ ഔട്ട്ലൈന് ജസ്റ്റ് ഒന്ന് വീതി. അപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുന്ന ഔട്ട്ലൈൻ എല്ലാം കട്ടി കൂട്ടി ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നും പറഞ്ഞാൽ വലിയ കട്ടിയൊന്നുമല്ല, ചെറുതായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ അടിയിൽ കുരുങ്ങി തുണി താഴേക്ക് വലിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആ മെഷീൻ ഒന്ന് ചവിട്ട് നിർത്തിയതിന് ശേഷം നമ്മുടെ ഫ്രെയിം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നീക്കുക. അപ്പോഴത്തേക്ക് അടിയിൽ നിന്ന് അത് വിട്ട് വരും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഗെയ്സിൻ്റെ നൂലൊക്കെ ലൂസാണോ അല്ലെ അവിടെ അടിയിൽ ഏതെങ്കിലും വേസ്റ്റായിട്ടുള്ള നൂല് കിടപ്പുണ്ടോ, അതുപോലെ തന്നെ നമ്മൾ ഈ മെഷീൻ്റെ മുകളിലിട്ടിരിക്കുന്ന നൂലെല്ലാം കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലെ തിരിഞ്ഞ് വരും. അപ്പോൾ ഇത് കണ്ടോ, ഫ്ലവറിൻ്റെ ലീഫിൻ്റെ സെൻറ്ററിലായിട്ട് ചെറുതായിട്ടൊരു പൂമ്പൊടി പോലെ കൊടുക്കുന്നുണ്ട്. കണ്ടോ, എല്ലാ പെറ്റൽസിലും അതുപോലെ കൊടുത്തെടുക്കുന്നുണ്ട്. കണ്ടോ. എന്നിട്ട് സെൻറ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ അത് റൗണ്ടായിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ. അതുപോലെ തന്നെ അടുത്ത ഫ്ലവറും ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ചെയ്യുന്നതിൽ 3 ഫ്ലവറാണ് വരുന്നത്. 3 ഫ്ലവർ ഒരു സെറ്റായിട്ട്, അങ്ങനെ 3 അടുത്തായിട്ടാണ് നമ്മൾ ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 2 ഫ്ലവർ സ്റ്റിച്ച് ചെയ്തു. ഇനി 2-3 കുറച്ച് ലീഫും ഒരു ഫ്ലവറും കൂടെ ഉള്ളൂ. അതുപോലെ തന്നെ ബാലൻസ് ഉള്ള ലീഫും കൊടിയെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 3 സൈഡിലും 3 ഫ്ലവർ ചെസ്റ്റിൻ്റെ ഭാഗത്ത് അങ്ങനെയാണ് ചെയ്തത്. ചെറിയ ബീഡ്സ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മളത് മാറ്റി ഈ ബട്ടർഫ്ലൈ ആക്കി. അപ്പോൾ അതിനി സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇതാണ് ആ സാരിയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ജോഡി ഫ്ലവറും കൂടെ ആവാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്ക് എങ്ങനെയാണ്, ഇഷ്ടപ്പെട്ടായിരുന്നോ? അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാലില്ലെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റിലൂടെ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.